പ്രിയപ്പെട്ടവരെ, ഈ നിമിഷത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇവിടെയുണ്ട്. ഈ വാക്കുകൾ കേൾക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തി. അത് ചെറിയ കാര്യമല്ല. അത് ദൈവത്തിൻ്റെ ക്ഷണമാണ്. അവൻ്റെ സാന്നിധ്യത്തിലേക്കുള്ള വിളിയാണ്. ഇപ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല. ഇനിയൊരിക്കലും ഒറ്റയ്ക്കാകില്ല. ഒരുപക്ഷെ നിങ്ങൾ രാവിലെ ഉണർന്നപ്പോൾ ദൈവത്തെ അനുഭവിക്കാൻ ആഗ്രഹിച്ചിരിക്കാം. ഒരുപക്ഷെ ജോലി ചെയ്യുമ്പോൾ ഇത് കേൾക്കുകയാണ്. ഒരുപക്ഷെ രാത്രി വിശ്രമിക്കുമ്പോൾ ഇത് കേൾക്കുകയാണ്. എവിടെയായാലും എപ്പോഴായാലും ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ഹൃദയത്തിന് വേണ്ടിയാണ്. നിങ്ങളുടെ ആത്മാവിന് വേണ്ടിയാണ്. ദൈവസാന്നിധ്യം അനുഭവിക്കാനുള്ള നിങ്ങളുടെ ദാഹത്തിന് വേണ്ടിയാണ്. ഒന്നും തെളിയിക്കേണ്ടതില്ല, ഒന്നും ചെയ്യേണ്ടതില്ല. വെറുതെ കേൾക്കുക, വെറുതെ ഉണ്ടായിരിക്കുക, ദൈവസാന്നിധ്യത്തിൽ വെറുതെ വിശ്രമിക്കുക. നിങ്ങളുടെ ശ്വാസം ശ്രദ്ധിക്കുക. പതുക്കെ ശ്വസിക്കുക. ഉള്ളിലേക്ക്, പുറത്തേക്ക്. ഓരോ ശ്വാസവും ദൈവത്തിൻ്റെ ദാനമാണ്. ഓരോ നിമിഷവും അവൻ്റെ സാന്നിധ്യത്തിൻ്റെ തെളിവാണ്. ദിവസം മുഴുവൻ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. എനിക്കറിയാം, നിങ്ങൾക്കറിയാം. പക്ഷേ ജീവിതം തിരക്കുള്ളതാണ്. രാവിലെ ഉണരുമ്പോൾ തന്നെ മനസ്സ് ഓടാൻ തുടങ്ങുന്നു. ഇന്ന് എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം തീർക്കണം, എന്തെല്ലാം നേരിടണം. ആ തിരക്കിൽ ദൈവത്തെ മറന്നുപോകുന്നു. ജോലിസ്ഥലത്ത് സമ്മർദ്ദമുണ്ട്. അവിടെ ശ്രദ്ധ മുഴുവൻ ജോലിയിലാണ്. മീറ്റിങ്ങുകൾ, ഡെഡ്ലൈനുകൾ, ആളുകളുമായി ഇടപെടൽ. ആ തിരക്കിൽ ദൈവസാന്നിധ്യം മറഞ്ഞു പോകുന്നു. വീട്ടിലും തിരക്കുണ്ട്. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, വീട്ടുജോലികൾ, ബന്ധങ്ങളിലെ ശ്രദ്ധ. ആ എല്ലാത്തിലും ദൈവത്തെ ഓർക്കാൻ മറന്നുപോകുന്നു. യാത്ര ചെയ്യുമ്പോൾ മനസ്സ് അലഞ്ഞുതിരിയുന്നു. ഫോണിൽ നോക്കുമ്പോൾ സമയം പോകുന്നു. വാർത്തകൾ കാണുമ്പോൾ ആശങ്ക വരുന്നു. ആ എല്ലാറ്റിലും ദൈവസാന്നിധ്യം അകന്നു പോകുന്നു. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ തിരിഞ്ഞു നോക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു. ഇന്ന് ദൈവത്തോട് എത്ര നേരം സംസാരിച്ചു, എത്ര നിമിഷം അവൻ്റെ സാന്നിധ്യം അനുഭവിച്ചു. ആ ചിന്ത വേദന തരുന്നു. ഞാൻ പരിഹാരങ്ങൾ പറയാൻ പോകുന്നില്ല, ഉപദേശങ്ങൾ നൽകാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ ഇത് പറയും: ആ ദാഹം യഥാർത്ഥമാണ്, ആ ആഗ്രഹം നല്ലതാണ്. ദൈവവും അത് കാണുന്നു. ഒരു സത്യം ഓർക്കുക: ദൈവസാന്നിധ്യം നിങ്ങൾ അനുഭവിക്കാതിരുന്നാലും യഥാർത്ഥമാണ്. നിങ്ങൾ അവനെ തിരിച്ചറിയാത്തപ്പോഴും അവൻ അവിടെയുണ്ട്. നിങ്ങൾ അവനെ മറക്കുമ്പോഴും അവൻ നിങ്ങളെ മറക്കുന്നില്ല. നിങ്ങൾ തിരക്കിലാകുമ്പോഴും അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഒന്നും സംഭവിക്കാത്ത സാധാരണ ദിവസങ്ങളിലും ദൈവം അവിടെയുണ്ട്. വലിയ അനുഭവങ്ങളില്ലാത്ത ദിവസങ്ങളിലും അവൻ കൂടെയുണ്ട്. പ്രത്യേക തോന്നലുകളില്ലാത്തപ്പോഴും അവൻ്റെ സാന്നിധ്യം യഥാർത്ഥമാണ്. അത് തോന്നലുകളെ ആശ്രയിച്ചല്ല, അതെപ്പോഴുമുണ്ട്. ദൈവം നിങ്ങളുടെ മുന്നിൽ നടക്കുന്നു. നിങ്ങൾ ഉണരുന്നതിന് മുന്നേ അവൻ ഉണർന്നിരിക്കുന്നു. നിങ്ങളുടെ ദിവസം ആരംഭിക്കുന്നതിന് മുന്നേ അവൻ വഴിയൊരുക്കിയിരിക്കുന്നു. ദൈവം നിങ്ങളുടെ പിന്നിൽ നിൽക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളെ അവൻ കാത്തു സൂക്ഷിച്ചു. ഇനി വരാനുള്ള ദിവസങ്ങളെയും അവൻ കാക്കും. ദൈവം നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. ജോലിസ്ഥലത്ത് അവൻ കൂടെയുണ്ട്. വീട്ടിലവൻ കൂടെയുണ്ട്. യാത്രയിൽ അവൻ കൂടെയുണ്ട്. എല്ലായിടത്തും, എല്ലാ സമയത്തും. സങ്കീർത്തനക്കാരൻ എഴുതുന്നു: നീ എനിക്ക് ജീവൻ്റെ വഴി കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പൂർണ്ണതയുണ്ട്. നിന്റെ വലതുകൈയിൽ നിത്യ ആനന്ദമുണ്ട്. ഈ വാക്കുകൾ ഓർക്കുക. ദൈവസന്നിധിയിൽ സന്തോഷത്തിൻ്റെ പൂർണ്ണതയുണ്ട്. പൂർണ്ണത, ഭാഗികമല്ല, പൂർണ്ണമായ സന്തോഷം, പൂർണ്ണമായ സമാധാനം, പൂർണ്ണമായ ആനന്ദം. ആ സാന്നിധ്യം ഒരു സ്ഥലത്ത് മാത്രമല്ല, ദേവാലയത്തിൽ മാത്രമല്ല, പ്രാർത്ഥനാ സമയത്തു മാത്രമല്ല, എല്ലാ സമയത്തും അത് ലഭ്യമാണ്. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ദൈവസാന്നിധ്യമുണ്ട്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ദൈവസാന്നിധ്യമുണ്ട്. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ദൈവസാന്നിധ്യമുണ്ട്. നിങ്ങൾ വിശ്രമിക്കുമ്പോൾ ദൈവസാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം തേടുക. ആ സാന്നിധ്യം അനുഭവിക്കുക. ആ സാന്നിധ്യത്തിൽ വിശ്രമിക്കുക. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുക. ഭാര്യയെക്കുറിച്ച് ഓർക്കുക. ഭർത്താവിനെക്കുറിച്ച് ഓർക്കുക. മക്കളെക്കുറിച്ച് ഓർക്കുക. മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കുക. സഹോദരങ്ങളെക്കുറിച്ച് ഓർക്കുക. പ്രിയപ്പെട്ടവരെക്കുറിച്ച് ഓർക്കുക.
അവരുടെ ജീവിതത്തിലും ദൈവസാന്നിധ്യമുണ്ട്. അവർ തിരിച്ചറിയുന്നില്ലെങ്കിലും ദൈവം അവരുടെ കൂടെയുണ്ട്. അവർ അകലെയാണെങ്കിലും ദൈവം അവരെ കാക്കുന്നു. മക്കൾ സ്കൂളിൽ പോകുമ്പോൾ ദൈവം അവരുടെ കൂടെയുണ്ട്. അവർ വളരുമ്പോൾ ദൈവം അവരെ നയിക്കുന്നു. അവർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവം അവരെ സഹായിക്കുന്നു. ജോലിസ്ഥലത്തെക്കുറിച്ച് ഓർക്കുക. അവിടുത്തെ ആളുകൾ, അവിടുത്തെ സാഹചര്യങ്ങൾ, അവിടെയും ദൈവസാന്നിധ്യമുണ്ട്. അവിടെയും ദൈവം പ്രവർത്തിക്കുന്നു. യാത്ര ചെയ്യുമ്പോൾ ഓർക്കുക, റോഡിൽ ദൈവം കൂടെയുണ്ട്. വിമാനത്തിൽ ദൈവം കൂടെയുണ്ട്. എവിടെ പോയാലും ദൈവസാന്നിധ്യം ഒപ്പമുണ്ട്. ഈ എല്ലാ സാഹചര്യങ്ങളിലും ദൈവം കൂടെയുണ്ട്. നിങ്ങൾ കാണുമ്പോഴും കാണാത്തപ്പോഴും, നിങ്ങൾ ഓർക്കുമ്പോഴും മറക്കുമ്പോഴും അവൻ എപ്പോഴും കൂടെയുണ്ട്. ഇപ്പോൾ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ നിൻ്റെ സന്നിധിയിൽ വരുന്നു. എൻ്റെ ഹൃദയത്തിലെ ദാഹത്തോടെ വരുന്നു. നിന്നെ അനുഭവിക്കാനുള്ള ആഗ്രഹത്തോടെ വരുന്നു. നിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കാനുള്ള കാംക്ഷയോടെ വരുന്നു. നീ എന്നെ സ്വീകരിക്കുന്നു. നീ എന്നെ മനസ്സിലാക്കുന്നു. കർത്താവേ, നിൻ്റെ സാന്നിധ്യം എനിക്ക് വെളിപ്പെടുത്തുക. ഞാൻ ഉണരുമ്പോൾ നീ അവിടെയുണ്ട് എന്നെനിക്കറിയണം. ഞാൻ ജോലി ചെയ്യുമ്പോൾ നീ കൂടെയുണ്ട് എന്നെനിക്ക് അനുഭവിക്കണം. ഞാൻ വിശ്രമിക്കുമ്പോൾ നിൻ്റെ സമാധാനം എന്നിൽ നിറയണം. നീ എൻ്റെ കൂടെയുണ്ട്, ഞാനത് വിശ്വസിക്കുന്നു. നീ ഒരിക്കലും എന്നെ വിട്ടുപോകുന്നില്ല, ഞാനതറിയുന്നു. നീ എന്നെ മറക്കുന്നില്ല, ഞാനതിൽ ആശ്വസിക്കുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ കുടുംബത്തിൽ നിൻ്റെ സാന്നിധ്യം നിറയ്ക്കുക. എൻ്റെ ഭാര്യയുടെ കൂടെ നീ ഉണ്ടായിരിക്കുക. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ നീ ഉണ്ടായിരിക്കുക. എൻ്റെ മക്കളുടെ കൂടെ നീ ഉണ്ടായിരിക്കുക. എൻ്റെ മാതാപിതാക്കളുടെ കൂടെ നീ ഉണ്ടായിരിക്കുക. എൻ്റെ സഹോദരങ്ങളുടെ കൂടെ നീ ഉണ്ടായിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ നീ ഉണ്ടായിരിക്കുക. അവരുടെ ജീവിതത്തിൽ നിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുക. അവർ നിന്നെ അറിയാനിടയാക്കുക. അവർ നിന്നെ അനുഭവിക്കാനിടയാക്കുക. ഞാൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അവരുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങൾക്കു വേണ്ടിയും. കർത്താവെ, ഇപ്പോൾ ഞാൻ സാധാരണ ദിവസങ്ങൾക്കായി നന്ദി പറയുന്നു. പ്രത്യേകമായി ഒന്നും സംഭവിക്കാത്ത ദിവസങ്ങൾക്ക് നന്ദി. വലിയ അനുഭവങ്ങളില്ലാത്ത ദിവസങ്ങൾക്ക് നന്ദി. ശാന്തമായി കടന്നു പോകുന്ന ദിവസങ്ങൾക്ക് നന്ദി. ആ ദിവസങ്ങളിലും നീ കൂടെയുണ്ടായിരുന്നു, അതിന് നന്ദി. ഞാൻ തിരിച്ചറിയാത്ത സാന്നിധ്യത്തിന് നന്ദി. ഞാൻ അനുഭവിക്കാത്തപ്പോഴും ഉണ്ടായിരുന്ന കൂട്ടിന് നന്ദി. ഞാൻ മറന്നുപോയപ്പോഴും എന്നെ മറക്കാതിരുന്നതിന് നന്ദി. കർത്താവെ, ഇപ്പോൾ ഞാൻ എൻ്റെ ആഴമായ ആഗ്രഹങ്ങൾ നിൻ്റെ മുന്നിൽ വയ്ക്കുന്നു. നിന്നെ കൂടുതൽ അറിയണം, നിന്നെ കൂടുതൽ അനുഭവിക്കണം, നിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കണം. ദിവസം മുഴുവൻ നിന്നെ ഓർക്കണം. എല്ലാ നിമിഷവും നിന്നോടൊപ്പമായിരിക്കണം. ആ ആഗ്രഹങ്ങൾ നീ സാധ്യമാക്കുക. ആ ദാഹം നീ ശമിപ്പിക്കുക. ആ കാംക്ഷ നീ നിറവേറ്റുക. ഞാൻ പ്രയാസപ്പെടുന്നത് നിനക്കറിയാം. ഞാൻ മറന്നുപോകുന്നത് നിനക്കറിയാം. ഞാൻ തിരക്കിൽ മുഴുകുന്നത് നിനക്കറിയാം. പക്ഷെ നീ എന്നെ സഹായിക്കും. നീ എന്നെ ഓർമ്മിപ്പിക്കും. നീ എന്നെ തിരികെ കൊണ്ടുവരും. കർത്താവെ, നിൻ്റെ സാന്നിധ്യം എൻ്റെ ഹൃദയത്തെ നിറയ്ക്കുക. സന്തോഷത്തിൻ്റെ പൂർണ്ണത നിറയ്ക്കുക. ആനന്ദത്തിൻ്റെ ശാന്തത നിറയ്ക്കുക. സമാധാനത്തിൻ്റെ ആഴം നിറയ്ക്കുക. എൻ്റെ ഹൃദയത്തെ നീ കാക്കുക. എൻ്റെ മനസ്സിനെ നീ സംരക്ഷിക്കുക. നിൻ്റെ സാന്നിധ്യത്തിൽ എന്നെ സുരക്ഷിതമാക്കുക. ഞാൻ നിന്നിൽ വിശ്രമിക്കുന്നു. ഞാൻ നിന്നിൽ ആശ്വസിക്കുന്നു. ഞാൻ നിന്നിൽ ആനന്ദിക്കുന്നു. ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ഇത് വീണ്ടും കേൾക്കുക. ദിവസം തുടങ്ങുമ്പോൾ കേൾക്കുക. ജോലി ചെയ്യുമ്പോൾ കേൾക്കുക. രാത്രി വിശ്രമിക്കുമ്പോൾ കേൾക്കുക. എപ്പോൾ ദൈവസാന്നിധ്യം അനുഭവിക്കണമെന്ന് തോന്നുമോ അപ്പോൾ കേൾക്കുക. ഈ ചാനലിൽ തുടരുക. കൂടുതൽ പ്രാർത്ഥനകളുണ്ട്, കൂടുതൽ ആശ്വാസമുണ്ട്, കൂടുതൽ സാന്നിധ്യമുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഇപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളെ പൊതിയട്ടെ. നിങ്ങളുടെ ഹൃദയം ശാന്തമായിരിക്കട്ടെ. നിങ്ങളുടെ മനസ്സ് സമാധാനത്തിലായിരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവ് ദൈവ സാന്നിധ്യത്തിൽ വിശ്രമിക്കട്ടെ. തിരക്ക് മാറിപ്പോകട്ടെ. വിസ്മൃതിയില്ലാതാകട്ടെ. ദൈവബോധം വളരട്ടെ. സാന്നിധ്യം നിറയട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം തൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ പൂർണ്ണത നൽകട്ടെ. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ജീവിതം ദൈവസാന്നിധ്യത്താൽ നിറയട്ടെ. ഈ ദിവസം മുഴുവൻ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ഓരോ നിമിഷവും അവൻ്റെ സാന്നിധ്യമുണ്ടാകട്ടെ. ഓരോ ചുവടിലും അവൻ്റെ കൂട്ടുണ്ടാകട്ടെ. ദൈവസാന്നിധ്യത്തിൽ പോകുക. ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുക. ദൈവസാന്നിധ്യത്തിൽ വിശ്രമിക്കുക. നിങ്ങൾ അവൻ്റേതാണ്. അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.